നമസ്കാരം. ഇവിടുത്തെ ഒരു പേഷ്യന്റ് ആയിരുന്നു അല്ലേ? സക്സസ് ആയി. ഒരു കുട്ടി വേണമെന്നായിരുന്നു മനസ്സിൽ. ദൈവം അത് ആണും പെണ്ണും രണ്ട് ഇരട്ട കുട്ടികൾ തന്നിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു ഫസ്റ്റത്തെ ഒരു അനുഭവം? എൻ്റെ സ്വദേശം അങ്കമാലിയാണ്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായി. ഒത്തിരി ആശുപത്രികളിൽ ഞങ്ങൾ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് എക്സ്പെൻസും ആയിട്ടുണ്ട്. അവസാനമാണ് ഞങ്ങൾ ഗൈനോയിൽ വന്നത്. ഒരു 3 മാസത്തെ ട്രീറ്റ്മെൻറ്റോടുകൂടി ഞങ്ങൾക്ക് വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് ഒരു പെൺകുട്ടീനെയും ഒരു ആൺകുട്ടീനെയും തന്നു. അതെ, 3 മാസത്തെ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ എത്ര ഹോസ്പിറ്റലുകളിൽ പോയിട്ടുണ്ടാവും? കുറേ ഹോസ്പിറ്റലുകൾ, ഒത്തിരി പറയാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് പോയിട്ടുണ്ട്. ഞങ്ങൾ അതിന് മാത്രം പൈസ ഞങ്ങൾ ചിലവാക്കിയിട്ടുണ്ട്. രാത്രിയും പകലും ഒത്തിരി ആശുപത്രികളിൽ വെയിറ്റ് ചെയ്ത് നിന്ന് ഓരോ ആശുപത്രി ചെല്ലുമ്പോഴും പ്രത്യേകിച്ച് അവർ നമ്മുടെ ഒരു അസുഖം എന്താണ് ഒരു പുരുഷന്റെ ഇത് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ എന്നുള്ളത് അതല്ല അവർ നോക്കണേ. അവരുടെ ആശുപത്രിയിലുള്ള സൗകര്യങ്ങൾ എങ്ങനെ വിനിയോഗിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മളെ എങ്ങനെ പിഴിഞ്ഞെടുക്കാമെന്ന്, അല്ലാതെ നമ്മുടെ അവസ്ഥ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ നമ്മുടെ കൗണ്ടിങ്ങോ അല്ലെങ്കിൽ സ്ത്രീയുടേതായിട്ടുള്ള അവരുടെ ഗർഭപാത്രത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അതൊന്നുമല്ല നോക്കണേ. എങ്ങനെ ഒരു പേഷ്യന്റ് വരുന്നോ അവരെങ്ങനെ മാക്സിമം പിഴിഞ്ഞെടുത്ത് അവസാനം ഒന്നുമില്ലാത്ത രീതിയിൽ പറഞ്ഞു വിടാമെന്നാണ്. ഇവിടെ വന്നിട്ട് മാഡം കറക്റ്റായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും ട്രീറ്റ്മെന്റ് ചെയ്തു. വളരെ നല്ല രീതിയിൽ 3 മാസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 കുട്ടികളെ കിട്ടി. മാത്രമല്ല, ഇപ്പോൾ വേറെ ഹോസ്പിറ്റലിൽ സംബന്ധിച്ചോളം ഈ ഹോസ്പിറ്റലിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഏറ്റവും കൂടുതൽ ഇവിടുത്തെ നഴ്സുമാരുടെ ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾക്ക് ഒരു കാര്യം അങ്ങോട്ട് തുറന്നു പറയാം. ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെക്കാളും നമ്മുടെ ഒരു കുടുംബം പോലെയാണ് ഇവിടെ. നമുക്ക് എന്ത് കാര്യം പറഞ്ഞാലും അവൾ വളരെ കാര്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി തരും. അതാണ് ഏറ്റവും വലുത്. നമ്മുടെ ഒരു വീട് പോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പരസ്പരം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു സർവീസ് തരുന്ന ആൾക്കാർ വേണം അല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ നാട്ടിലെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇതിന് കുട്ടികളില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും മക്കളുണ്ടാവണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. ഇതുപോലൊരു വീട് പോലുള്ളൊരു സ്ഥലത്ത് വന്ന് അവർ ട്രീറ്റ്മെന്റ് ചെയ്യണം. തീർച്ചയായിട്ടും പേഷ്യന്റിന്റെ അപ്പോഴേക്കും പേഷ്യന്റിന്റെ മനസ്സ് നല്ല ഫ്രഷ് ആവും. ഇതേപോലുള്ള നല്ല ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിൽ വന്നാൽ തീർച്ചയായിട്ടും ഒരു മനസ്സൊന്ന് ഫ്രഷ് ആവും. മാത്രമല്ല, അപ്പോൾ ഗിഫ്റ്റ് ഗൈനോ IVF സെന്ററിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഏറ്റവും കൂടുതൽ നമ്മൾ വിശ്വസിക്കാവുന്ന ഒരു സ്ഥാപനമാണ്. നമ്മൾ വന്നാൽ ഒരുപാട് എക്സ്പെൻസ് ഇല്ലാതെ തന്നെ നമുക്ക് കുട്ടികൾ ഉണ്ടാവുമെങ്കിൽ അവരത് ചെയ്തിരിക്കും. അത് ഒട്ടും വൈകാണ്ട് വരണമെന്ന് ഞാൻ പറയാനുള്ളൂ. തീർച്ചയായിട്ടും. ചേച്ചിയും ഹാപ്പിയാണ്? ഓക്കെ, വീട്ടിലെല്ലാവരും ഹാപ്പിയാണ്? വളരെ സന്തോഷം. എന്തായാലും ഗിഫ്റ്റ് ഗൈനോ IVF സെന്ററിൽ വന്ന സക്സസ് ആയ പേഷ്യൻസ് ആണ് ഇവർക്ക് ദൈവം ഒരാണിനെയും ഒരു പെണ്ണിനെയും കൊടുത്തിരിക്കുകയാണ്. എന്തായാലും ഗിഫ്റ്റ് ഗൈനോ IVF സെന്റർ ഹോസ്പിറ്റലിന് തുല്യം ഗിഫ്റ്റ് ഗൈനോ IVF സെന്റർ ഹോസ്പിറ്റൽ മാത്രം.